കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സൗത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ഇളമ്പച്ചി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.സി. പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെള്ളം ചേർത്തുകൊണ്ട് അതിന്റെ അന്തസത്ത ചോർത്തിക്കളയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ അവലംബിക്കുന്നതെന്നും ലേബർ കോഡ് നടപ്പിലാക്കുക വഴി പുതിയ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും പെൻഷൻ പരിഷ്കരണം ഞങ്ങൾ തന്നിരിക്കും. സന്തോഷം അല്ലെ? പക്ഷേ ഇപ്പോഴെന്താ വരാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആര് ജയിക്കും? നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? നന്നായി നമുക്ക് തരാൻ പറ്റുന്നവരെ ആൾക്കാർ ഇരുന്നാല് നമുക്ക് സന്തോഷം. അങ്ങനെ അല്ലാതെ വന്നാലോ അവർക്ക് മാറ്റണ്ടേ? ഇവർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാലുണ്ടായി ഒരൊറ്റ രൂപ പോലും നമുക്ക് അധികം കിട്ടൂല. എത്രയൊക്കെ സകല സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെൻഷനിലേക്ക് ഒരു രൂപ പോലും വർധനമില്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എ ബി അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സി തങ്കമണി അനുശോചന പ്രമേയവും ജില്ലാ കമ്മിറ്റി അംഗം പി കുഞ്ഞികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും, യൂണിറ്റ് സെക്രട്ടറി എൻ കരുണാകരൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ടും, യൂണിറ്റ് ട്രഷറർ കെ തമ്പാൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിലർ പി മാധവൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം ഒ ജാനകി ടീച്ചർ, യൂണിറ്റ് നിരീക്ഷക കെ തമ്പായി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എ ശ്രീധരൻ മാസ്റ്റർ സ്വാഗതവും മധു കോളിക്കര നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി അംഗം പി തമ്പാൻ മാസ്റ്റർ പ്രമേയം അവതരിപ്പിച്ചു. ഇളമ്പച്ചി ഒളവറ റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുക, ഇളമ്പച്ചി ബാക്കിരിമുക്കിൽ ഉദ്ഘാടനം നടത്തിയ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുക, PFRDA നിയമം പിൻവലിക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.